വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇന്നും എതിർപ്പ് ആവർത്തിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മാത്യു ടി തോമസ് എംഎൽഎയ്ക്ക് വോട്ടില്ല. SIR നടപടികളുടെ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബംഗാൾ പോലീസ് മേധാവിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ യോഗത്തിൽ എതിർപ്പിൽ ഉറച്ചു നിൽക്കുകയാണ് BJP ഒഴികെയുള്ള പാർട്ടികൾ. SIR-നെ കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് CPIM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. സമയപരിധി നീട്ടണമെന്ന് CPI കോൺഗ്രസ് പ്രതിനിധികളും ആവശ്യപ്പെട്ടു. എന്നാൽ SIR-ൽ ഇത്രയും ഭീതിയുടെ ആവശ്യമില്ലെന്നാണ് BJP പ്രതിനിധി J. പത്മകുമാർ അഭിപ്രായപ്പെട്ടത്. അതേസമയം SIR-ൽ ആശങ്കയില്ലെന്നും ഇതുവരെ 75% ഡാറ്റകൾ ഡിജിറ്റൈസ് ചെയ്യാൻ സാധിച്ചെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ യോഗത്തെ അറിയിച്ചു. SIR-ലെ പിഴവിനെ തുടർന്ന് മാത്യു ടി തോമസ് MLA-ക്ക് വോട്ടില്ല. 2002-ലെ വോട്ടർ പട്ടികയിൽ MLA-യുടെ പേരില്ല. 1984 മുതൽ എല്ലാ ഇലക്ഷനിലും വോട്ട് ചെയ്തതാണെന്നും പരാതി നൽകുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. 6 തവണ മത്സരിക്കുക, 5 തവണ MLA ആകുകയും 1 തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്ത് എനിക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ ജനാധിപത്യ ക്രമത്തിൽ നീതിപൂർവമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് എനിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക്. അതേസമയം SIR നടപടിക്രമങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാൾ DGP-ക്ക് നിർദ്ദേശം നൽകി. ബംഗാൾ സർക്കാരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതുന്ന രണ്ടാമത്തെ കത്താണിത്. ജോലി സമ്മർദ്ദം ആരോപിച്ച് ഒരു വിഭാഗം BLO-മാർ കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സുരക്ഷാ വീഴ്ച എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.